അസ്സലാമലൈക്കും. എന്തെങ്കിലും വർക്ക് ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് കുറേ കാലം കൊണ്ട് എടുത്തു വെക്കുന്ന കേക്ക് ബോർഡുകളാണ് കേട്ടോ ഇതൊക്കെ. വെച്ച് വെച്ച് ഇതൊക്കെ പൂപ്പൽ വരാൻ തുടങ്ങി. അപ്പോൾ ഇന്ന് നമുക്കൊരു കേക്ക് ബോർഡ് വെച്ചിട്ടുള്ള അടിപൊളി വാൾ ഡെക്കോർ കാണാം. വാൾ ഡെക്കോർ മാത്രമല്ല, ഇതൊരു നെയിം ബോർഡും കൂടെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഫെവിക്കോളും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇതാ കേക്ക് ബോർഡിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് എല്ലായിടത്തും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇങ്ങനെയൊക്കെ കുത്തി വരയ്ക്കാൻ പാടില്ല. നമ്മൾ ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ പയ്യെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഭംഗിയുള്ള ടെക്സ്ചറായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് തിരിച്ച് നമ്മൾ കുറച്ചൊന്ന് ഡ്രൈ ആയതിനു ശേഷം തിരിച്ച് വെച്ചിട്ട് അതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ബാക്ക് സൈഡിൽ കുറച്ച് വൃത്തിയിടൊക്കെ ആവും, കുഴപ്പമില്ല. എന്തെങ്കിലും A4 ഷീറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേപ്പറോ ഉപയോഗിച്ചിട്ട് നമുക്ക് അത് കവർ ചെയ്ത് നീറ്റാക്കി എടുക്കാം. ഞാനിവിടെ ഈ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ പേപ്പറില്ലേ, അത് കട്ട് ചെയ്ത് സർക്കിൾ ഷേപ്പിൽ എടുത്തിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ആകെ ചുളുങ്ങി ഇരുന്നുകൊണ്ട് ഞാനിത് ഇതുപോലെ ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വരച്ചെടുത്ത് ലെവൽ ചെയ്ത് കൊടുത്തു. അപ്പോൾ അവിടെയൊക്കെ ഓക്കെ ആക്കി. ഇനി ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് പെയിൻറ്റിങ് തുടങ്ങാം. ഞാനൊരു ക്രീം കളറാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം, വൈറ്റ് കളറായാലും ഭംഗിയുണ്ടാവും. അതെല്ലായിടത്തും ഈക്വലായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് ഒരു പേൾ കളറും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ നെയിം ബോർഡ് എഴുതാം. ആദ്യം ഹോം എന്നുള്ള ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പെൻസിൽ വെച്ചിട്ടൊന്ന് റഫായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ട് ആണ് ഞാൻ ചെയ്യുന്നത്. ബ്ലാക്ക് ഇങ്ക് ആകുമ്പോൾ കുറച്ചും കൂടെ എടുത്ത് കാണിക്കുമല്ലോ, അതാണ് ഞാൻ ബ്ലാക്ക് തന്നെ ചൂസ് ചെയ്യാൻ കാരണം കേട്ടോ. അങ്ങനെ ഹോം എന്നൊക്കെ എഴുതിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ള ടെക്സ്ചർ ഒരു ചെറുതായിട്ടൊരു പണി കിട്ടിയെന്ന്. കാരണം ഇച്ചിരി പാടായിരുന്നു ഇതുപോലെ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. സിമ്പിൾ ഒരു പേപ്പർ ആണെങ്കിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് കാണത്തില്ല. ഇനി ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്, 3 ഫ്ലവർ. പിന്നെ അതുപോലെ തന്നെ ബീഡ്സിൻ്റെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, അതെല്ലാം അതിൻ്റെ ഇടയിൽ ഞാൻ ഒട്ടിച്ചു കൊടുത്തു. ഇതിനകത്ത് നമ്മൾ ഗ്ലൂഗണ്ണാണ് ഉപയോഗിച്ചത്. ഗ്ലൂഗണ്ണ് വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഫ്ലവേഴ്സൊക്കെ ഒട്ടിക്കാൻ കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നി. പിന്നെ ഫെവിക്കോളിൻ്റെ ഓൾ ഫിക്സ് ഗം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ബീഡ്സ് ഇങ്ങനെ സർക്കിൾ ഷേപ്പിൽ ഒട്ടിക്കാമെന്ന് വിചാരിച്ചത്. സത്യത്തിൽ ഇതെല്ലാം ഞാൻ ഈ അടുത്തൊരു ക്രാഫ്റ്റ് ഷോപ്പിൽ പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. ഇതെല്ലാം കയ്യിലുണ്ടോണ്ടാണ് ഞാൻ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയത് കേട്ടോ. അതുപോലെ ഒരു ബോ പോലെ താഴെയും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ത്രെഡ് എന്ന് പറയുന്നത് കുറച്ച് മെലിഞ്ഞിരിക്കുന്നതാണ്. ഇത് ഞാൻ ട്വിസ്റ്റ് ചെയ്തിട്ട് ഡബിളാക്കി വെച്ചതാണ്. അത് ഞാൻ മൊത്തത്തിലൊന്ന് ഹാങ് ചെയ്യുന്ന രീതിക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഹോം എന്നുള്ളത് എനിക്ക് വീണ്ടും കുറച്ചും കൂടെ ഒന്ന് അട്രാക്റ്റീവ് ആക്കണമെന്ന് തോന്നിയിട്ടാണ് ഞാനിങ്ങനെ ഗോൾഡൻ കളർ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഔട്ട്ലൈൻസൊക്കെ കൊടുത്തു. പിന്നെ നമ്മുടെ കൈ വെറുതെ ഇരിക്കില്ലല്ലോ, അവിടെ ഇവിടെയൊക്കെ കുത്തി കുറിക്കാൻ തോന്നും. അതുകൊണ്ട് തന്നെ വീണ്ടും ഗോൾഡൻ കളർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇതുപോലത്തെ ഔട്ട്ലൈൻസൊക്കെ കൊടുത്തു. കൂടുതൽ പെയിൻറ്റ് ചെയ്ത് പരിപാടി മൊത്തത്തിൽ കൊളാക്കുമെന്ന് തോന്നിയിട്ട് ഞാൻ പെയിൻറ്റിങ് പരിപാടി അവിടെ നിർത്തി കേട്ടോ. പിന്നെ ലാസ്റ്റ് എനിക്ക് നോക്കുമ്പോൾ ഇത്രയും പോർഷനിലും കൂടെ ഈ ത്രെഡ് വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരുന്നു തോന്നി. അതുകൊണ്ട് ഞാൻ വീണ്ടും അവിടെ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്തത്. സത്യത്തിൽ ഈ റൗണ്ട് ഷേപ്പിലും മൊത്തത്തിൽ ഈ ത്രെഡ് വെച്ചിട്ട് ലാസ്റ്റ് ഒന്ന് ഹാങ് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. പിന്നെന്താണെന്ന് വെച്ചാൽ പ്രീ പ്ലാൻഡ് ആയിട്ടല്ലല്ലോ നമ്മൾ ചെയ്തതൊന്നും. അപ്പോൾ തോന്നുന്ന ഡിസൈൻസ് നമ്മൾ കൊടുത്തതന്നേ ഉള്ളൂ. എന്തായാലും ഫൈനൽ ലുക്ക് ഇതാണ് വരുന്നത്. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, ഒരു സ്റ്റാൻഡേർഡ് ലുക്കൊക്കെ ഉണ്ട്. അപ്പം ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യേണ്ടത് നിങ്ങളാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിന് പകരം നമുക്ക് സ്വീറ്റ് ഹോം എന്നോ വെൽക്കം എന്നോ അങ്ങനെ എന്ത് വേണേലും കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.